ഇതുവരെ ഉള്ള തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളെ കുറിച്ചുള്ള വിമർശന വാർത്തകൾ കുറെ പുറത്തു വന്നു. ഇഷ്ടം പോലെ. ഇപ്പോൾ CPM-ന്റെ പത്തനംതിട്ട ഏരിയ കമ്മിറ്റി യോഗം 2-3 ദിവസമായി കഴിഞ്ഞിട്ട് ജില്ല കഴിഞ്ഞപ്പോൾ ഏരിയയിലെത്തി. ഈ ഏരിയ കമ്മിറ്റി യോഗം നടക്കുന്ന സമയത്ത് ഈ ഏരിയ കമ്മിറ്റി യോഗത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് പിണറായി വിജയനും MV ഗോവിന്ദനും മന്ത്രി വീണ ജോർജിനെതിരെ ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരി കൂടിയാണല്ലോ. അതെ, അതിരൂക്ഷമായ വിമർശനം. ഓരോ വിഷയങ്ങളും എണ്ണി പറഞ്ഞിട്ടുള്ള വിമർശനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പിണറായി വിജയൻ ആണ് ഈ കനത്ത തോൽവിയുടെ കാരണക്കാരൻ. അത് പിന്നെ എല്ലാവരും അംഗീകരിച്ച സത്യമാണ്. ഇവരൊരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെച്ച് അവിടെ KK ശൈലജയെ മത്സരിപ്പിക്കണം ധർമ്മടത്ത്. എന്നിട്ട് അവർ വിജയിച്ചു വരുമ്പോൾ അവരെ പ്രതിപക്ഷ നേതാവാക്കണം. വീട്ടിൽ പോയി വിശ്രമിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഒരു നിർദ്ദേശം എനിക്ക് തോന്നുന്നു പത്തനംതിട്ട എന്നാണ് തോന്നുന്നു ആദ്യമായിട്ട് വരുന്നത്. പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെച്ച് ധർമ്മടത്ത് ശൈലജയെ മത്സരിപ്പിച്ച് അവിടെ വിജയിപ്പിക്കണം. നല്ലതാണ്. ഇപ്പൊ പ്രതിപക്ഷ നേതാവാകാൻ വലിച്ചു കെട്ടി മേറിയിരിക്കുന്ന 5 വർഷത്തിന് ശേഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടുകൊണ്ടാണ് ഒരു കാരണവശാലും അനുവദിക്കരുത്. ഇയാൾ ഈ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുന്നാൽ കേരളം മറ്റൊരു ബംഗാളായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഏതായാലും ഇന്ന് നമ്മൾ കണ്ടാണ് വാർത്താ സമ്മേളനം നടത്തുന്നത് പ്രതിപക്ഷ നേതാവ് എത്ര സ്വാത്വികനും വിനയാന്യതനും വളരെ ജനകീയനുമായുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഈ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ആറന്മുള മണ്ഡലമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. ഏറ്റവും അവർ സഹിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ CPM-കാർ ഏറ്റവും കൂടുതൽ സഹിച്ചുകൊണ്ടിരുന്നത് ഈ വീണ ജോർജിനെയാണ്. ഈ എവിടെ നിന്നോ കെട്ടിയിറക്കിക്കൊണ്ട് വന്ന് എന്തൊക്കെയോ യോഗ്യതകൾ കൊണ്ട് മന്ത്രിയായി മാറിയ ഒരാൾ. പാർട്ടി യോഗ്യതയല്ല, അവരുടെ മറ്റു യോഗ്യതകൾ കൊണ്ടാവാം മന്ത്രിയായി മാറിയത്. അപ്പോൾ ഇവർ കാരണം ആ ഒരു ജില്ല മുഴുവൻ പോകാൻ കാരണം ഇവരാണ് എന്നാണ് ഈ യോഗത്തിൽ വന്നിരിക്കുന്ന ഫോൺ വിളിച്ച ഈ മന്ത്രി. അതെ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത് തന്നെയാണ്. ഇവര് ഫോൺ എടുക്കുകയില്ല. അതിനേക്കാളൊക്കെ രൂക്ഷമായ ആരോപണം ഉയർന്നിട്ടുണ്ട്. മന്ത്രിയുടെ ഭർത്താവിന്റെ സാമ്പത്തിക സ്ഥിതി അന്വേഷിക്കണം. ഇവർ ആരോഗ്യമന്ത്രി ആയതിനു ശേഷമുള്ള സാമ്പത്തിക സ്ഥിതി അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അഴിമതി ആരോപണമാണ് പാർട്ടിക്കുള്ളിൽ. അതെ, ഇത് നമ്മുടെ PPE കിറ്റ് മേടിച്ച പോലെ കമ്മീഷൻ ഇടപാടുകൾ ഒരുപാട് നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പാർട്ടിക്കാർക്കിടയിലുണ്ട്. നല്ല ശർക്കര കുടമാണ്, വാക്സിനുകൾ, മരുന്ന് കുംഭകോണം, അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ സാമ്പത്തിക ഇടപാടുകൾ ഈ മന്ത്രി എന്ന നിലയിൽ വീണ ജോർജ് മന്ത്രിയായതിനു ശേഷം ഒരു ഭർത്താവിനുണ്ടായിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ, അയാൾക്ക് ബിനാമി ഇടപാടുകൾ ഉണ്ടെങ്കിൽ ഇതല്ല അന്വേഷിക്കണമെന്നുള്ള ഒരു ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. പിന്നെ അവരെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇവർ ഒരു പാർട്ടി പ്രവർത്തകനെയും മൈൻഡ് ചെയ്യത്തില്ല. കാരണം പാർട്ടി പ്രവർത്തകൻ്റെ സഹായത്തോടെ അല്ലല്ലോ അവർ പിന്നെ ഇതൊക്കെ ആയത്. വേറെ ഘടകങ്ങളുടെ സമുദായം, വേറെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അതായത് അവർ പാർട്ടിക്ക് അതീതയായിരുന്നു. ഒരൊറ്റ പാർട്ടി മെമ്പർമാർ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഒരൊറ്റ പാർട്ടി മെമ്പർമാർ ചടങ്ങിന് ക്ഷണിച്ചാൽ അവർ ചെല്ലത്തില്ല. അതേസമയം ഇവർ എതിരാളികൾ, ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ എന്തെങ്കിലും ചടങ്ങാണെന്ന് അവിടെ പോകും. പിന്നെ ഇവർക്ക് ഒരു കുറുമുന്നണി ഈ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. അതിനകത്ത് CPI-യുടെ നേതാക്കൾ, അതുപോലെ മറ്റ് ഘടകകക്ഷികളുടെ നേതാക്കൾ, കിച്ചൺ ക്യാബിനറ്റ് എന്ന് പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ ഫോണുകൾ ഇവരെടുക്കും. ഇവരൊക്കെ വിളിച്ചാൽ എവിടെയും ചെല്ലും. പിന്നെ അതുപോലെ തന്നെ ഈ ഇവരുടെ സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളിലെല്ലാം ഇവർ കൃത്യമാണല്ലോ. എന്നാൽ മറ്റ് സമുദായങ്ങളുടെ സഭയുടെ പരിപാടിക്ക് ക്ഷണിക്കാൻ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല. ഇവർക്കൊരു ഓഫീസ് സെക്രട്ടറി ഉണ്ടായിരുന്നു. ഇതെല്ലാം വിമർശനമാണ്. ഇവർക്കൊരു ഓഫീസ് സെക്രട്ടറി ഉണ്ടായിരുന്നു, തോമസ് P. ചാക്കോ എന്ന് പറഞ്ഞിട്ട്. ഇവരാദ്യം MLA ആകുന്ന സമയത്തും ഇവർ പിന്നീട് മന്ത്രിയാകുന്ന സമയത്ത് ഈ തോമസ് P. ചാക്കോ ഇവർക്ക് ഓഫീസ് സെക്രട്ടറി. ഈ തോമസ് P. ചാക്കോ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് രാജിവെച്ചു. ഇവരെ പുറത്താക്കിയാണെന്നും പറയുന്നുണ്ട്. അയാൾ രാജിവെച്ചു. എന്തായാലും ആൾ രാജിവെച്ചിട്ട് പത്തനംതിട്ട നഗരസഭയിൽ അയാൾ RSPയിൽ ചേർന്നുകൊണ്ട് അയാൾ UDF-കാരനായി മത്സരിച്ച് തോറ്റുപോയി. പക്ഷേ അയാൾ RSP. അതിന് പകരം വീണയുടെ ഓഫീസിലേക്ക് അവർക്ക് വേണ്ടപ്പെട്ട 2 പേരെ കൊണ്ടുവച്ചു. അത് ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ്. ഇവരുടെ ഇലക്ഷൻ മൊത്തം കവർ ചെയ്തതും ഇവരുടെ ഇലക്ഷനിൽ ഇവർ എങ്ങോട്ട് പോകണം, ഏത് പോകണം പാർട്ടി അല്ല തീരുമാനിച്ചത്. ഈ പുറത്തുനിന്ന് വാടകയ്ക്ക് എടുത്ത മുൻ മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീരുമാനിച്ചത്. വലിയ അതൃപ്തി അതിനകത്തുണ്ടായി. അപ്പം പിന്നെയുണ്ട് ഇവർക്കെതിരെ വിമർശനം. പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിലെ സ്റ്റേഡിയം ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവർ തട്ടിക്കൂട്ടി. കഴിഞ്ഞ ദിവസം ആശുപത്രി കാര്യം നമ്മൾ പലവണ പറഞ്ഞതാണ്. അതെ, കഴിഞ്ഞ ദിവസം ആശുപത്രി വികസന സമിതി രൂക്ഷമായ ആക്ഷേപം ഉയർന്നു. കിറ്റ്കോ എന്ന് പറയുന്നതിന്റെ എഞ്ചിനീയർ വന്നിട്ട് പറഞ്ഞു ഇതിന് ബലക്ഷയമുണ്ട് എന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടെ പൊളിഞ്ഞ് തലയെ വീണാൽ ആര് ഇതിന് ഉത്തരവാദിത്വം പറയുന്നത്? അതുമാത്രമല്ല,
ആ ആശുപത്രി നിർമ്മിക്കുന്ന സമയത്ത് സമീപത്തുള്ള ചില സ്വകാര്യ ലാബുകൾക്ക് സഹായകരമാകുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കൺസ്ട്രക്ഷൻ നിർമ്മിച്ചിരിക്കുന്ന ഒരു ആശയമുണ്ട്. അതായത് ഈ ആശുപത്രിയുടെ വാതിൽ മാറ്റിയിട്ട് ആ സ്വകാര്യ ലാബിലോട്ട് കയറത്തക്ക രീതിയിലോട്ട് ആക്കിക്കൊണ്ടു. അങ്ങനെയുള്ള ഒരു ആക്ഷേപം ഓൾറെഡി അവിടെ നിലനിൽക്കുന്നു. പിന്നെ ഇത് പത്തനംതിട്ട നഗരസഭാ ചെയർമാനായിരുന്ന അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞാൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. SFIയിലൂടെ വളർന്നു വന്ന ആളാണ്. ഇടക്കാലത്ത് അദ്ദേഹം ഗൗരിയമ്മ പാർട്ടി വിട്ടപ്പോൾ കുറച്ചാൾ JSS പോയി. പക്ഷേ അദ്ദേഹം വീണ്ടും തിരിച്ചു വന്ന് പഴയതിനേക്കാൾ ഭംഗിയായിട്ട് പാർട്ടിക്കൊപ്പം വളരെ വിഷനുള്ള ഒരു ഭരണാധികാരി. നമുക്ക് ഏറ്റവും വ്യക്തിപരമായിട്ട് അറിയാവുന്ന, എനിക്കറിയാം അദ്ദേഹം CPM-കാരനാണ്, പക്ഷേ വളരെ വിഷനുള്ള ഒരു ഭരണാധികാരി. ആ പത്തനംതിട്ട നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ ഒരാളാണ് ഈ സക്കീർ ഹുസൈൻ. അപ്പോൾ ഈ സക്കീർ ഹുസൈനും ഈ വീണയുമായിട്ട് എപ്പോഴും ഉടക്കാണ്. അതായത് സക്കീർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ നഗരസഭയിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. MLA എന്നുള്ള നിലയിൽ ഇവർക്ക് യാതൊരു വികസനവും ഉണ്ടാക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും നല്ലത് കാണുന്നുണ്ടെ നമുക്ക് കണ്ണു കടിക്കുമല്ലോ. അതാണ് അവിടെ നടന്നത്. ഇവർ തമ്മിൽ ഭയങ്കര ഉടക്കായി. അപ്പം 2 ഗ്യാങ് ആയിട്ട് അങ്ങ് മാറി. സക്കീർ ഹുസൈൻ അനുകൂലികൾ അദ്ദേഹത്തിനൊപ്പം, വിരുദ്ധർ വീണയ്ക്കൊപ്പവും ചേർന്ന് ഇവർ തമ്മിലുള്ള ഒരു അധികാര വടംവലി. ഇതേ തുടർന്ന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ ഭരണം നഗരസഭയ്ക്ക്. ഈ ജനറൽ ആശുപത്രിയുടെ ഭരണം എടുത്ത് ജില്ലാ പഞ്ചായത്തിന് കൊടുക്കും. മൊത്തം കുളമാണ്. ഈ ജനറൽ ആശുപത്രിയുടെ ഭരണം എന്ന് പറഞ്ഞാൽ ജനറൽ ആശുപത്രിയിലെ ദൈനംദിന കാര്യങ്ങളെ പോലും ഇത് ബാധിച്ചു. മനുഷ്യനെ സാധാരണക്കാരെ എപ്പോഴും ആശ്രയിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രിയാണ്. അതെ, അവിടെ അതിൻ്റെ കാര്യത്തിൽ പോലും ഇത്രയും ശ്രദ്ധ കാണിക്കാത്ത ഒരു ആരോഗ്യമന്ത്രി തന്നെ ആ മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയായിരുന്നു എന്നുള്ളത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. ഇത്തരം ജില്ലാ കമ്മിറ്റി, ഈ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഇവരൊക്കെ വിമർശനമില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഏതായാലും CPM-ൽ ഇത് ആദ്യമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു വിമർശനം. അവരുടെ കുറ്റങ്ങൾ മാത്രമാണ് പറഞ്ഞത്. മറ്റൊന്ന്, ഇവർ വാഹനത്തിൽ പോകുമ്പം വഴിയിൽ കാണുന്ന ഒറ്റ സഖാക്കളെയും ഇവർ അഭിവാദ്യം ചെയ്യാറില്ല. ജില്ലാ സെക്രട്ടറി ഫോൺ വിളിച്ച് അവരെടുക്കില്ല. ജില്ലാ സെക്രട്ടറി 5 MLA ആയിരുന്നു മുതിർന്ന നേതാവ്. അതെ, ഇപ്പൊ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമാണ്. ഇതിന് മുമ്പിരുന്ന ആരാണെന്ന് അറിയാമോ? KP ഉദയഭാൻ. അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളായിട്ടുള്ള R ഉണ്ണികൃഷ്ണനുള്ള പഴയ MLA, അടൂർ MLA, A പത്മകുമാർ, ഇവരുടെ എല്ലാം പരാതി എന്തായിരുന്നു അറിയാമോ? ഈ വീണ ജോർജ് ഫോൺ വിളിച്ചാൽ എടുക്കില്ല. അവർ പാർട്ടിക്ക് മുകളിലാണ്, അവരെ കെട്ടിയിറക്കിയാണ്. അവരുടെ വിധേയത്വം നേരിട്ട് പിണറായിയോട് മാത്രം. മനസ്സിലായില്ലേ? അതെ, പിന്നെ ഈ പറഞ്ഞ അവരെ ഈ പദവിയിലേക്ക് എത്തിച്ച ആളുകളോട്, അതെ, അവർ ചുറ്റിനും ഉള്ള ആളുകളോടും, പിന്നെ അവരുടെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു കോക്കസിനോടും. അപ്പോൾ ആൾക്കാർ ഫോൺ വിളിച്ചാൽ എടുക്കില്ല. പിന്നെ ഏറ്റവും വലിയ വിഷയം അവരുടെ പേരിൽ ചൂണ്ടിക്കാട്ടിയത് മറ്റേ കഴുത്തുളുക്കിയത്. കരിങ്കോടി പ്രയോഗിക്കാമെന്ന പിള്ളേരുടെ മണ്ടയ്ക്ക് കഴുത്തുളുക്കി എന്ന് പറഞ്ഞ കേസ് കൊടുത്ത് ആ പിള്ളേരെ കൊണ്ടുവന്ന് ഇതിലാക്കി. അപ്പോൾ എന്ത് സംഭവിച്ചു? അത് കാരണം ഇവരോട് സ്നേഹം ഉണ്ടായിരുന്നു. ഇവരുടെ വോട്ട് മുഴുവൻ സ്ത്രീകളുടെ ആയിരുന്നു, അമ്മമാരുടെയും പ്രായം ചെന്ന മനുഷ്യരുടെയും. അവരൊന്നടങ്കം ഇവരെ വെറുത്തു. ആ രീതിയിൽ അവർക്ക് പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല, ഈ കഴുത്തുളുക്ക നാടകം കേരളം മൊത്തത്തിൽ അവരെ ബാധിച്ചു. അതെ, എല്ലായിടത്തും ബാധിച്ചു. പിന്നെ ജനീഷ് കുമാർ MLA കണ്ടുപിടിക്കാൻ ഒരു ഇതുകൂടെ വന്നിട്ടുണ്ട്. ജനീഷ് എന്തുകൊണ്ടാണ് ആ മണ്ഡലത്തിൽ വിജയിച്ചത്? ചെറിയ വോട്ടിനാണെങ്കിൽ അയാൾ ജയിച്ചു ഇത്രയും വലിയ കൊടുങ്കാറ്റിനകത്ത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ എല്ലാ പരീക്ഷ കഴിയുമ്പോഴും ഒരു മെറിറ്റ് ഫെസ്റ്റ് നടത്തി എല്ലാ കുട്ടികൾക്കും ഒരു ക്യാഷ് അവാർഡും ഒരു സർട്ടിഫിക്കറ്റും ഒരു മൊമെൻറ്റോയും ഒക്കെ കൊടുക്കും. കുട്ടികൾക്ക് വലിയ സന്തോഷം മാത്രമല്ല, അത്രയും വീട്ടിലെ വോട്ടൂടെ വരും. ഇത് പലതവണ വീണയോട് പറഞ്ഞിട്ട് അവർ ചെയ്തിട്ടില്ല. എന്തിന് അവർ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞ കുട്ടികളുടെ വീട്ടിൽ പോലും ഇതുകൊണ്ട് അവർ നേരിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഉപകാരം എത്തിക്കാന്ന് വെച്ചാൽ അവിടെ പോലും കിട്ടിയിട്ടില്ല. സമയം വേണ്ട ഇതിനൊക്കെ. പിന്നെ ഒരു വിമർശനം, ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം, അതായത് എല്ലാ ജില്ലാ കമ്മിറ്റികളും കൂടി തോക്കുമെന്നറിയാമായിരുന്നു, എന്നിട്ട് പോലും ഇത് ജയിക്കുമെന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് എഴുതി സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുത്തു. അതേ തുടർന്ന് MV ഗോവിന്ദൻ വന്നിട്ട് ഈ ജയ ഉറപ്പാണ്, 90 100 എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചു. പിന്നെ ഈ പാർട്ടി കണ്ട ഏറ്റവും വലിയ കോമാളിയാണ് MV ഗോവിന്ദൻ. അന്നത്തെ പരാമർശം, ഇയാൾ കോമാളിയാണ്. ഈ കോമാളി കാരണം ഈ പാർട്ടി നശിച്ചു. ഇയാളെ എത്രയും പെട്ടെന്ന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന്. അതാണല്ലോ നിങ്ങൾ അതേ ജില്ലയിൽ വിട്ട് അടൂര് പറഞ്ഞുള്ള പാട്ട് പോലെയാണ്. അപ്പൊ ഈ വിമർശിക്കാൻ മത്സരിക്കുകയാണ് ഏരിയ കമ്മിറ്റി. ഇനി തീർന്നില്ല, ഇനിയും വരുന്നുണ്ട്, ലോക്കൽ കമ്മിറ്റിയുടെ വരുന്നുണ്ട്. അപ്പൊ ഈ ഏരിയ കമ്മിറ്റികൾ വിമർശിക്കാൻ മത്സരിക്കുകയാണ് കേരളം അങ്ങോളം ഇങ്ങോളം. ഇത്രയും രൂക്ഷമായ ഒരു വിമർശനം ഒരു ജില്ലയിലെ ഒരു മന്ത്രിക്കെതിരെ വരുന്നത്, എനിക്ക് P രാജീവിന് പോലും ഇത്രയും വിമർശനം കിട്ടും. എന്താണെങ്കിലും ഇപ്പൊ തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായി. ഇപ്പൊ ഇതിനകത്തുനിന്ന് ഷാരിയർ എന്ന് പറഞ്ഞിട്ട് കൊല്ലം
ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇത് ഉപരി കമ്മിറ്റിയിൽ നിന്ന് പങ്കെടുത്തത്. ഈ പങ്കെടുത്ത ബാക്കി ഈ സക്കീർ ഹുസൈനെ, അഡ്വക്കേറ്റ് ഓമലു ശങ്കറിനെ, MV സഞ്ജു എന്ന് പറയുന്ന ഇവരുടെ ഏരിയ സെക്രട്ടറി, ഇവരെല്ലാം ഇതിനകത്ത് ഉണ്ടായിരുന്നു. എന്താണെങ്കിലും വീണ ജോർജ് അടക്കമുള്ള പിണറായി വിജയനെ, MV ഗോവിന്ദനെ എല്ലാം എടുത്തിട്ട് വാരിയെടുത്തിട്ട് അലക്കി വിട്ടിരിക്കുകയാണ് CPM-ന്റെ പത്തനംതിട്ട ഏരിയയിലെ പ്രവർത്തകരും അംഗങ്ങളും. ഇവർക്ക് എല്ലാവർക്കും ഉളുപ്പ് എന്നൊരു സാധനം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ ചിരിച്ചുകൊണ്ട് അങ്ങ് സ്വീകരിക്കും. അത്രേ ശരിയാണെന്ന് പറയാം നിങ്ങൾ പറഞ്ഞത്.